ഹായ് ഗൈസ്, നമുക്ക് ഈസിയായ ആക്കൂറ ബിരിയാണി ഉണ്ടാക്കിയാലോ. ഓൾറെഡി ആക്കൂറ നല്ലവണ്ണം മസാല ആക്കി വെച്ചു. അതിനാവശ്യമായ സാധനം: 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഫിഷ് മസാല. ഇത് മൂന്നും കുറച്ച് വെളിച്ചെണ്ണയാക്കി നല്ലവണ്ണം മിക്സാക്കി ആക്കൂറ അതിലിട്ട് വെക്കുക. അതിനുശേഷം മസാലയ്ക്ക് ആവശ്യമായ 1/2 കിലോ ഉള്ളി, 3 തക്കാളി, ഇത് രണ്ടും നല്ല ചെറിയ പീസായി മുറിച്ച് വെക്കുക. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അത് മിക്സി നല്ലോണം ചതച്ചെടുക്കുക. അതിനുശേഷം ഒരു പാൻ സ്റ്റൗമ്മൽ വെച്ച് ഗ്യാസ് ഓൺ ആക്കിയതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ച് 3 സ്പൂൺ ഓയിൽ ഒഴിച്ച് അതിലേക്ക് നമ്മൾ ഓൾറെഡി മസാല ആക്കി വെച്ച് ആക്കൂറ ഓരോന്നായി ഫ്രൈ ആക്കി എടുക്കുക. അധികം ഫ്രൈ ആകാതെ ഒരു ബ്രൗൺ കളറാകുമ്പോൾ അത് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ മൊത്തം അതിലേക്കിട്ട് അടച്ചു വെക്കുക. സ്റ്റൗ സിമ്മിൽ വെച്ച് കരിയാതെ സൂക്ഷിക്കുക. അതിനുശേഷം ഒരു കുക്കറിട്ട് 3 സ്പൂൺ ഓയിൽ ഒഴിച്ച് എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളി, തക്കാളി അത് രണ്ടും ചേർത്ത് നല്ലോണം മിക്സാക്കി കൊടുക്കുക. കുക്കർ നല്ലോണം മിക്സാക്കിയ ശേഷം കുക്കർ അടച്ചു വെക്കുക. ഒരു വിസിൽ അടിക്കുക. അതിനുശേഷം മസാല ആക്കാൻ ആവശ്യമായ പോട്ടെടുത്ത് സ്റ്റൗമ്മൽ വെച്ച് സ്റ്റൗ ഓണാക്കിയതിന് ശേഷം അതിലേക്ക് 3 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ച പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്കിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. ഒരു ബ്രൗൺ കളറാകുന്നത് വരെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ കുക്കറിൽ അടിച്ച് വെച്ച ഉള്ളി, തക്കാളി അതിലേക്കിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. അതിനുശേഷം കുരുമുളക് 2 സ്പൂൺ ഇടുക. പിന്നെ ഫിഷ് മസാല 2 സ്പൂൺ ഇട്ട്, ഫിഷ് മസാല 2 സ്പൂൺ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് അധികം ഇടാം. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കുറച്ച് അധികം ഇട്ട് പിന്നെ 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. നല്ലവണ്ണം ഇളക്കി കൊടുത്ത് കുറച്ചാവുന്നതിന് ശേഷം നമ്മൾ ഫ്രൈ ആക്കി വെച്ച ആക്കൂറ അതിലേക്ക് ഇടുക. പിന്നെ അത് അടച്ച് വെക്കുക. 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക. പിന്നെ ഒരു പോട്ട് വെച്ച് നെയ്ച്ചോറ് വെക്കാൻ ആവശ്യമായ 6 kg 4 സ്പൂൺ 6 kg അതിലേക്കിട്ട് അത് ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളി അതിലേക്ക് ഇടുക. കുറച്ച് ബ്രൗൺ കളറാകുന്നത് വരെ അത് ഇളക്കി കൊടുക്കുക. നല്ലവണ്ണം കുറച്ച് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളെ കയ്യിൽ അണ്ടിപ്പരിപ്പ്, കറുത്ത മുന്തിരി അങ്ങനെ ഉണ്ടെങ്കിൽ അതിടുക. പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിലൊന്നുമില്ല, ഉള്ളി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഉള്ളി അതിലിട്ട് ഉള്ളി ബ്രൗൺ കളറായതിന് ശേഷം നെയ്ച്ചോറിന് ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കുക. 2 പാട്ട വെള്ളം ഒഴിച്ച് അതിനുശേഷം തിളച്ച് വരുമ്പോൾ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ടിട്ട് തിളച്ച ശേഷം അത് അടച്ച് വെക്കുക. ഇത് ഞാൻ ഫസ്റ്റ് ഇടുന്ന വീഡിയോ, തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവില്ല. ഇത് ശരിയാവുമെന്ന് അറിയില്ല. ബിരിയാണിക്ക് ആവശ്യമായ അരിയെടുത്ത് 1 കിലോ അരി അങ്ങനെ കണക്കിലെടുത്ത് അത് നല്ലവണ്ണം കഴുകി വെള്ളം പോകാനായി മാറ്റി വയ്ക്കുക. 2-3 പ്രാവശ്യം കഴുകി, അങ്ങനെ അധികം കഴുകാൻ പാടില്ല. 2-3 പ്രാവശ്യം കഴുകി വെള്ളം പോകാനായി മാറ്റി വെക്കുക. പിന്നെ വെള്ളം തിളച്ചതിന് ശേഷം അരി അതിലേക്ക് ഇടുക. അരി ഇട്ടതിന് ശേഷം അത് 2 പ്രാവശ്യം ഇളക്കി കൊടുക്കുക. അതിനുശേഷം 15 മിനിറ്റ് അടച്ച് നല്ലവണ്ണം അടച്ച് ഗ്യാസ് സിമ്മിലാക്കി വെക്കുക. നെയ്ച്ചോറ് ആയതിനു ശേഷം നമ്മുടെ കയ്യിലുള്ള മല്ലിച്ചപ്പ് അതിലിട്ട് മസാല അതിലേക്കിട്ട് ബിരിയാണി റെഡിയായി. നല്ല രുചികരമായ ആക്കൂറ ബിരിയാണി.